Good morning. Good morning. Okay. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഡയാലിസിന്റെ 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഫസ്റ്റ് ഹീമോഡയാലിസിസ്, സെക്കൻഡ് വൺ പെരിറ്റോണിയൽ ഡയാലിസിസ്, തേർഡ് വൺ CRRT. CRRT വരെയായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് അല്ലേ? ഒന്ന് തമ്പ് ചെയ്തേ. യെസ്, ഓക്കെ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, നമ്മൾ ആ പെരിറ്റോണിയൽ ഡയാലിസിസ്, ആ ഡയാലിസേറ്റ് ആ സൊല്യൂഷൻ നമ്മുടെ ആ ലൈനി നമ്മുടെ വയറ്റിനകത്തേക്ക് നിറയ്ക്കുന്നതിനെയാണ് ഫിൽ എന്ന് പറയുന്നത്. FILL. ആ നമ്മുടെ ഡയാലിസിസ് ചെയ്യാനുള്ള ആ സൊല്യൂഷൻ നമ്മുടെ ആ ലൈനി നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നതിനെയാണ് ഫിൽ എന്ന് പറയുന്നത്. FILL, ഫിൽ. ഇനി ആ സൊല്യൂഷൻ ആ ലൈനി നമ്മുടെ വയറ്റിന്റെ അകത്ത് കിടക്കുന്നതിനെയാണ് ഡ്വൽ എന്ന് പറയുന്നത്. DWELL, ഡ്വൽ. DWELL, ഡ്വൽ. ഇനി 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഡയാലിസിസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ സൊല്യൂഷൻ നമ്മൾ പുറത്തേക്ക് കളയുന്നതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. DRAIN, ഡ്രെയിൻ. അത് 3 എണ്ണം ഒന്ന് നോട്ട് ചെയ്യണം. ആ സൊല്യൂഷൻ വയറ്റിലേക്ക് നിറയ്ക്കുന്നതിനെയാണ് ഫിൽ എന്ന് പറയുന്നത്. അത് വയറ്റിന്റെ അകത്ത് കിടക്കുമ്പോൾ അതിനെ ഡ്വൽ എന്ന് പറയും. DWELL. ഇനി 4 മണിക്കൂറിനൊക്കെ ശേഷം അത് ഡയാലിസിസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ സൊല്യൂഷൻ പുറത്തേക്ക് കളയുന്നതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. DRAIN, ഡ്രെയിൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഫില്ല്, ഡ്വെല്ല്, ഡ്രെയിൻ. DRAIN, ഡ്രെയിൻ. ഓക്കെ. ഇന്ന് നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്? നമ്മൾ ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയ താഴെ അതിന്റെ ഗുണങ്ങള്. The following steps can help increase the effectiveness of your dialysis treatment. അപ്പോ ഈ താഴെ പറയുന്നിരിക്കുന്ന സ്റ്റെപ്പുകൾ പോയിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. 5 പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഈ സ്റ്റെപ്സുകള് എന്താണ്? Can help increase the effectiveness of your dialysis treatment. നമ്മുടെ ആ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തി കൂട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്ന കുറച്ച് സ്റ്റെപ്പുകളാണ് ഈ താഴെ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നേക്കുന്ന ആ സ്റ്റെപ്സുകൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ അതിന്റെ ഫുൾ ആയിട്ടുള്ള അതിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ. ഓക്കെ. The following steps can help increase the effectiveness of your dialysis treatment. ഈ താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഫലപ്രാപ്തി കൂട്ടാനുള്ള സ്റ്റെപ്പുകളാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന രീതിക്കൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ നമ്മൾ കറക്റ്റ് ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ആ കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തി നമുക്ക് കിട്ടും. ഫസ്റ്റ് പോയിന്റ് നോക്കാം. കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. അവിടെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന ആ ഷെഡ്യൂൾ അനുസരിച്ച് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. എങ്കിലാണ് നമ്മൾ ആ ഡയാലിസിസ് ചെയ്യുന്നതിന് കൊണ്ടുള്ള ആ പൂർണ്ണ ഫലപ്രാപ്തി നമുക്ക് ലഭിക്കുള്ളൂ. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആ റെക്കമെൻഡഡ് ഷെഡ്യൂൾ അനുസരിച്ച് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. ഓക്കെ. റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ നമ്മൾ ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. പകുതി വെച്ചൊന്നും നിർത്തരുത്.
അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാൻ പാടില്ല. അവരെങ്ങനെയാണോ റെക്കമെൻഡ് ചെയ്തേക്കുന്നത്, ഡയാലിസിസ് പ്രൊവൈഡർ എങ്ങനെയാണോ നമുക്ക് ഡയാലിസിസ് ഡോക്ടർക്ക് എങ്ങനെയാണോ പറഞ്ഞേക്കുന്നത് അതനുസരിച്ച് അവര് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അനുസരിച്ച് റെക്കമെൻഡഡ് ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, നെക്സ്റ്റ് എബൈഡ്. എബൈഡ് എന്ന് പറഞ്ഞാൽ പാലിക്കുക. എബൈഡ്, ABIDE, എബൈഡ്, പാലിക്കുക. കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ഡയറ്റീഷ്യൻ. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, നമുക്ക് ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. എന്താണ് ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്തേക്കുന്ന അനുസരിച്ച് ഡയറ്റീഷ്യൻ നിർദ്ദേശിക്കുന്ന ഭക്ഷണക്രമം അത് നമ്മൾ പാലിക്കണം. അപ്പൊ എങ്ങനെയാണ് ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ അവിടെ ഡയറ്റീഷ്യൻ പറയും ഇന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കണം, അല്ലെങ്കിൽ വെള്ളമൊക്കെ ആണെങ്കിലും നമുക്ക് അതിന് ലിമിറ്റ് ഉണ്ട്, അവർ പറയും കറക്റ്റ് ആയിട്ട്. അപ്പൊ അത് അനുസരിച്ച് ആ ഭക്ഷണക്രമമാണെങ്കിലും ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ ഭക്ഷണക്രമം നമ്മൾ പാലിക്കണം. അപ്പൊ അതും കൂടി ചെയ്താലാണ് നമുക്ക് ആ ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ടുള്ള ആ ഫലപ്രാപ്തി പൂർണ്ണത വരുള്ളൂ, കറക്റ്റ് ആയിട്ട് അതിന്റെ ഇത് കിട്ടുള്ളൂ. നമുക്ക് ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. സെക്കൻഡ് എന്താ പറഞ്ഞേക്കുന്നത്, ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് അദ്ദേഹത്തിന്റെ ശുപാർശ അനുസരിച്ച് നമ്മുടെ ഭക്ഷണക്രമം പാലിക്കണം. ഇനി തേർഡ് പോയിന്റ് നോക്കിയേ, ഗെറ്റ് ആസ് മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ആസ് പോസിബിൾ ടു ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹാർട്ട് ഹെൽത്ത്. നമ്മുടെ ഈ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ ശക്തി ഇംപ്രൂവ് ചെയ്യാനും സാധ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യണം. ഉണ്ടാവും. ഇത് ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ അനങ്ങാതെ ഒന്നും ഇരിക്കരുത്. ഒരു ഡോക്ടർ തന്നെ നമ്മളോട് പറയും എന്തൊക്കെയാ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സാധ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ, ടു ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹാർട്ട് ഹെൽത്ത്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നമ്മുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനും സാധ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യണം. ഇനി നെക്സ്റ്റ് നോക്കിയ ഫോർത്ത് പോയിന്റ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡയാലിസിസ് പ്രൊവൈഡർ ആൻഡ് ഫാർമസിസ്റ്റ്. ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്ന ആള്, ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ആൻഡ് ഫാർമസിസ്റ്റും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അബൌട്ട് എനി മെഡിക്കേഷൻ, സപ്ലിമെന്റ്സ് ഓഫ് ഹെർബൽ പ്രൊഡക്റ്റ് യു ആർ ടേക്കിംഗ് ഓർ യു ആർ കൺസിഡറിങ് സ്റ്റാർട്ടിങ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, ഇവിടെ നോക്കിയേ, നമ്മൾ ഡയാലിസിസ് പ്രൊവൈഡറിനോടൊക്കെ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്താണ്, എന്തുമായിട്ടാ മരുന്നുകൾ, എന്തെങ്കിലും മെഡിക്കേഷൻസ് നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഇത് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ അതിന്റെ സപ്ലിമെന്റ്സ്, അത് ഹെർബൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൊഡക്റ്റ് മെയ്ഡ് ഫ്രം പ്ലാന്റ്സ്. അവിടെ ഒന്ന് നോട്ട് ചെയ്തു, പ്രൊഡക്ട്സ് മെയ്ഡ് ഫ്രം പ്ലാന്റ്സിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് ഹെർബൽ പ്രൊഡക്റ്റ് എന്നിവയൊക്കെ ആയിട്ട് നമ്മൾ എന്താ പറയാ അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡയാലിസിസ് പ്രൊവൈഡറിനോട് അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കണം. Communicate with the dialysis provider and the pharmacist about എന്തിനെ കുറിച്ചാ, any medication, supplements of herbal products you are taking or you are considering starting. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം. ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. എബൌട്ട് എനി ആൻസൈറ്റി. ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ. നമുക്ക് ഇത് ആദ്യം ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊരു ആകാംക്ഷ ഉത്കണ്ഠയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തെങ്കിലും ഓർ സൈഡ് എഫക്ട്സ്, ഇനി ഇതിന് എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്താ അല്ലെങ്കിൽ ഈ മെഡിസിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവോ എന്നുള്ളൊരു ആകാംക്ഷ, ഇതൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. നമ്മൾ ക്ലിയർ ചെയ്ത് പോണം. ഓക്കെ, ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം അബൌട്ട് എനി ആൻസൈറ്റി ഓർ സൈഡ് എഫക്ട്സ് ദാറ്റ് യു മേ ഹാവ്. നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ, നമ്മൾ അത് കഴിഞ്ഞു അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ആ മെഡിക്കേഷൻ കഴിച്ചു, അപ്പൊ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. എനിക്ക് നിങ്ങൾ ചെയ്തപ്പോ ഇങ്ങനെ വന്നല്ലോ, ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു ആകാംക്ഷ ഉത്കണ്ഠയൊക്കെ വരുവാണെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്യണം. ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം.
അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ആ ഫലപ്രാപ്തി നമുക്ക് കൂട്ടാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പോയിന്റ്സുകളൊന്നും നോക്കിയേ, ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടോ നോക്കിയേ, എന്തെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്തിടുന്നു കേട്ടോ. ഒന്നുകൂടി പറയേണ്ട പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റാ? ഓക്കെ, നോക്കിയേ നോക്കിയേ, ഫോർത്ത് പോയിന്റ്. ഫസ്റ്റ് എന്താ പറഞ്ഞേക്കണേ, മൂന്നാമത്തെ പോയിന്റിൽ എന്താ, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നമ്മുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യുക, സാധ്യമായ എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യുക. ഓക്കെ, അതാണ് തേർഡ് പോയിന്റ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ സ്ട്രെങ്ത് കൂട്ടാനും നമ്മുടെ ആരോഗ്യം കൂട്ടാനും അതുപോലെ തന്നെ ഹാർട്ടിന്റെ ആരോഗ്യത്തിനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും വേണ്ടി സാധ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യുക. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ് അവിടെ പറഞ്ഞേക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഈ ഡയാലിസിസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയാ, നമ്മൾ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്ലിമെന്റ്സിനെ കുറിച്ചോ ഒക്കെ, അല്ലെങ്കിൽ ഹെർബൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു പ്ലാന്റ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണ്, ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ഡയാലിസിസ് പ്രൊവൈഡർ ആൻഡ് ഫാർമസിസ്റ്റ്. മരുന്നുകളൊക്കെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് ഫാർമസിസ്റ്റും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉടനടി തന്നെ ഡയാലിസിസ് പ്രൊവൈഡറിനോട് ഈ മരുന്നുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫാർമസിസ്റ്റും ഒക്കെ ആയിട്ട് നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്ന ആഫ്റ്റർ ഇഫക്ട്സ് ആണ്. ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ ചില ആഫ്റ്റർ എഫക്ട്സുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള ഓരോന്നിന്റെയും, ഒന്ന് ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ആഫ്റ്റർ എഫക്ട്സും, രണ്ടാമത്തെ പെരിറ്റോണിയൽ ഡയാലിസിസ് PD പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ആഫ്റ്റർ എഫക്ട്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ആഫ്റ്റർ ഇഫക്ട്സ്. ബോത്ത് കൈൻഡ് ഓഫ് ഡയാലിസിസ് കം വിത്ത് സൈഡ് എഫക്ട്സ്. ഇപ്പൊ രണ്ട് ടൈപ്പ് ഡയാലിസിസ് ചെയ്താലും, ഹീമോ ഡയാലിസിസ് ചെയ്താലും പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്താലും, രണ്ട് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ചെയ്താലും എന്താണ്, ചില സൈഡ് എഫക്ട്സുകൾ ഉണ്ടാകും. ഓക്കെ, ബോത്ത് കൈൻഡ് ഓഫ് ഡയാലിസിസ് കം വിത്ത് സൈഡ് എഫക്ട്സ്. രണ്ട് ടൈപ്പ് ഡയാലിസിസ് ചെയ്താലും ചില സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവാറുണ്ട്, പാർശ്വഫലങ്ങൾ. നമുക്ക് ചില മരുന്നുകളൊക്കെ ആണെങ്കിൽ കഴിക്കുമ്പോൾ ചില സൈഡ് എഫക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ഡയാലിസിസും ചെറിയ ചെറിയ സൈഡ് എഫക്ട്സുകൾ വരുന്നുണ്ട്. It can also be difficult to tell surely whether its symptoms because of dialysis or the kidney failure that also affecting the body. It can also be difficult to tell surely whether its symptoms, അതിന്റെ സിംറ്റംസ് ഷുവർ ആയിട്ട് പറയാ എന്നുള്ള കാര്യം ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. എന്നുവെച്ചാൽ പലരിലും പല വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഇതിന്റെ സിംറ്റംസ് ഷുവർ ആയിട്ട് നമുക്ക് പറയാ എന്നുള്ള കാര്യം ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈസ് ബിക്കോസ് ഓഫ് എന്തുകൊണ്ടാ, ഡയാലിസിസ് ഓർ ദ കിഡ്നി ഫെയിലിയർ ദാറ്റ് ഈസ് ഓൾസോ അഫക്റ്റിംഗ് ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ഇത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് പലരിലും പലതായിരിക്കും, വ്യത്യാസപ്പെടാം. ഇത് കോമൺ ആയിട്ട് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താ പറയാ, ബിക്കോസ് ഓഫ് ഡയാലിസിസ്, നമ്മൾ ചെയ്യുന്ന ഡയാലിസിസ് ഓർ ദ കിഡ്നി ഫെയിലിയർ, നമ്മുടെ കിഡ്നി ഫെയിലിയർ ഏത് ടൈപ്പാണ്, നമ്മുടെ ബോഡിയിൽ ഇതൊക്കെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇതിന്റെ സിംറ്റംസുകളൊക്കെ വ്യത്യാസപ്പെടാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഷുവർ ആയിട്ട് ഇതിന്റെ സിംറ്റം പറയുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. Some of the most common after effects that people tell of includes, ചില കോമൺ ആയിട്ട് ആളുകൾ പറഞ്ഞിട്ടുള്ള കുറച്ച് സിംറ്റംസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. Some of the most common after effects that people tell of includes, ഇപ്പോൾ സാധാരണ ആളുകൾ പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള സിംറ്റംസുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ആണ് HD എന്ന് പറഞ്ഞാൽ ഹീമോ ഡയാലിസിസ്. നോക്കിയേ, ഹീമോ ഡയാലിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസൈറ്റ്. നമ്മൾ പറഞ്ഞല്ലോ ആ ഓപ്പണിംഗ്, നമ്മൾ ബ്ലഡ് പുറത്തേക്ക് എടുക്കാനുള്ള ഓപ്പണിംഗ്, അതാണ് വാസ്കുലർ അസസൈറ്റ് എന്ന് പറയുന്നത്. അവിടെ സ്റ്റോപ്പേജ്, അവിടെ തടസ്സം വരുന്നു. അതാണ് ഒന്നാമത്തെ ഒരു സൈഡ് എഫക്ട്സ് പറയുന്നത്.
സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസ് സൈറ്റ് ഓർ എൻട്രൻസ് പോയിന്റ്. അവിടെ എന്താ ഒരു തടസ്സം വരുന്നു, സ്റ്റോപ്പേജ്, തടസ്സം ഉണ്ടാകുന്നു. ഇനി സെക്കൻഡ് വൺ മസ്കുലാർ സ്പാസം. സ്പാസം എന്ന് പറഞ്ഞാൽ പേശി രോഗാവസ്ഥ. മസ്കുലാർ സ്പാസം, പേശികൾക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരാം, പേശി രോഗാവസ്ഥ. മസ്കുലാർ സ്പാസം, സ്പാസം SPASM, മസ്കുലാർ സ്പാസം. നെക്സ്റ്റ് ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ ഹൈപ്പോയാണ്, കുറയാൻ കാരണമാകും. ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ, ബ്ലഡ് പ്രഷർ കുറയാൻ കാരണമാകും. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റിൽ വീക്ക്നെസ്, നമുക്ക് ഭയങ്കര തളർച്ച, ക്ഷീണം വരാം. ഡിസിനീസ്, ഡിസിനീസ് എന്ന് പറഞ്ഞാൽ തലകറക്കം. എഴുതി വെച്ചോ, നിങ്ങളുടെ നോട്ടിന്റെ പ്രിന്റ് നോട്ടിന്റെ മുകളിൽ എഴുതി വെക്കാം. ഡിസിനീസ്, ഡിസിനസ്, തലകറക്കം. ഓർ നോസിയ, നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം, ഓക്കാനം. ക്ഷീണോ പിന്നെ തലകറക്കവും നമുക്ക് ഛർദിക്കാൻ വരുന്ന പോലെ ഒരു ഓക്കാനം വരിക ചെയ്യും. വീക്ക്നെസ്, ഡിസിനസ് ഓർ നോസിയ. ഇനി നെക്സ്റ്റ് ആണ് ബ്ലഡ് ലോസ്. ബ്ലഡ് നഷ്ടപ്പെടും, ബ്ലഡ് ലോസ്. ഇതൊക്കെ ആഫ്റ്റർ ഇഫക്ട്സിൽ വരുന്നതാണ്. ഏതിന്റെ? HD, ഹീമോ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ വരുന്നതാണ്. എക്സാമിന് ഇത് ചോദിക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് HD അല്ലെങ്കിൽ PD. ഇതിനകത്ത് HD ഹീമോ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ ഇതിൽ നിന്ന് ഒരു 3 തന്നിട്ട് PD-യുടെ ഒരെണ്ണം അതിനകത്തേക്ക് ഇടാം. അപ്പൊ എന്നിട്ട് ഓൾ ഓഫ് ദ എബോവെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് നോക്കി നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഹീമോഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസൈറ്റ്, മസ്കുലർ സ്പാസം, ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ, വീക്ക്നെസ്, ഡിസിനസ് ഓർ നോസിയ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ബ്ലഡ് ലോസ്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് മസ്കുലർ സ്പാസം എന്ന് പറഞ്ഞാൽ എന്താ? പേശി രോഗാവസ്ഥ, പേശി രോഗാവസ്ഥ, മസ്കുലർ സ്പാസം, പേശി രോഗാവസ്ഥ. ഇനി ബി തന്നേക്കുന്നത് PDD ആണ്. പോയിന്റ്സുകൾ നോക്കിയേ. വാസ്കുലർ സൈറ്റില് സ്റ്റോപ്പേജ്, തടസ്സം ഉണ്ടാവുന്നു. പേശി രോഗ, മസ്കുലർ സ്പാസം, പേശി രോഗാവസ്ഥ. ബ്ലഡ് പ്രഷർ, ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ കുറയാൻ കാരണമാകുന്നു. ക്ഷീണം ഉണ്ടാവുന്നു. ഡിസ്നിസ്, തലകറക്കം ഉണ്ടാവുന്നു. നോസിയ, ഓക്കാനും വരുന്നു. ബ്ലഡ് ലോസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് PD എന്ന് പറയുന്നത്. PD എന്ന് പറഞ്ഞാൽ പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ നമ്മൾ ആഫ്റ്റർ ഇഫക്ട്സ് പറയുന്നതാണ് ഹെർണിയ, HERNIA, ഹെർണിയ. എന്താ ഇതിന്റെ മലയാളം എന്നറിയോ? ഹെർണിയ, HERNIA, ഹെർണിയ. കുടലിറക്കം, എഴുതി വെച്ചോ, കുടലിറക്കം, ഹെർണിയ, ഹെർണിയ, കുടലിറക്കം. എന്താ നോക്കിയേ? വീക്ക്നെസ് in your abdomen muscle often presenting as a lump. lump ഒരു ചെറിയൊരു വീക്കമാണ് ലംബ് എന്ന് പറയുന്നത്, ഒരു ചെറിയ തരം വീക്കം. ഓർ സ്വള്ളൻ ആർ, ലംബ് ഓർ സ്വള്ളൻ ആർ. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ പേശിയുടെ ബലക്കുറവ് കാരണം അല്ലെങ്കിൽ ഈ പ്രഷർ, നമ്മുടെ വയറിനകത്തുള്ള പ്രഷർ, അതുകൊണ്ട് ഈ കുടല് പുറത്തേക്ക് ഒരു ബൾജ് ചെയ്ത് വരുന്ന, ഒരു തള്ളി വരുന്ന അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഓക്കെ, വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ ഓഫൺ പ്രെസെന്റിംഗ് ആസ് എ ലംപ് ഓർ സ്വള്ളൻ ആർ. പേശിഭിത്തിയുടെ ബലക്കുറവ് അല്ലെങ്കിൽ വയറിനകത്തുള്ള പ്രഷർ കാരണം ഈ കുടല് കുറച്ച് ബൾജ് ചെയ്ത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്ന ഒരു അവസ്ഥയെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. അത് കുടലിറക്കം എന്ന് പറയും. ഇത് PD, പെരിറ്റോണിയൽ ഡയാലിസിസിലെ ആഫ്റ്റർ ഇഫക്ട്സ് ആണ് PD. നെക്സ്റ്റ് ആണ് സെക്കൻഡ് പോയിന്റ് ആണ് വെയിറ്റ് ഗെയിൻ. വെയിറ്റ് കൂടുന്നു. ഓക്കെ, നമ്മുടെ ബോഡി വെയിറ്റ് പെട്ടെന്ന് കൂടുന്നു. ഓക്കെ, വെയിറ്റ് ഗെയിൻ. രണ്ട് ആഫ്റ്റർ ഇഫക്ട്സ് ആ പറയുന്നത്. ഹെർണിയ ഉണ്ട്, വെയിറ്റ് ഗെയിൻ ഉണ്ട്. ഓക്കെ, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഹെർണിയ, വെയിറ്റ് ഗെയിൻ. ക്ലിയർ അല്ലേ? കണ്ടോ? ഓക്കെ, ഓക്കെ ആണോ? ഒന്ന് തമ്പിട്ടെ. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു കേട്ടോ. ഹീമോഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സും പറഞ്ഞു, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സും പറഞ്ഞു. പെരിറ്റോണിയൽ ഡയാലിസിസ് രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ, ഹെർണിയ ഉണ്ട്, വെയിറ്റ് ഗെയിൻ. ഇനി നോക്കിയേ, ഈവൻ ദോ ദീസ്
after effects may sound terrifying, they should be compared to the risk that arise from continuing to live with the untreated kidney failure. അപ്പൊ നോക്കിയേ, even though these after effects may sound terrifying, ഈ പറയുന്ന രണ്ടിന്റെയും പറഞ്ഞു, നമ്മൾ ഹീമോഡയാലിസിന്റെ പറഞ്ഞു, പെരിറ്റോണിയൽ ഡയാലിസിസിനെ പറഞ്ഞു. ഈ രണ്ടിന്റെയും ആഫ്റ്റർ ഇഫക്ട്സുകൾ നമ്മളെ പേടിപ്പെടുത്തുന്നതാണെങ്കിലും they should be compared to the risk that arises from continuing to live with the untreated kidney failure. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട്സുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പേടിപ്പെടുത്തുന്നതാണെങ്കിലും നമ്മൾ ഈ കിഡ്നി ഫെയിലിയർ ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് തുടർന്നുണ്ടാകുന്ന അപകടമായിട്ട് അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വരുന്ന റിസ്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് അതിനെ ഒന്ന് കമ്പയർ ചെയ്യണം എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സൈഡ് എഫക്ട്സ് നമ്മളെ പേടിപ്പെടുത്തുന്നതാണെങ്കിലും നമ്മൾ ഈ കിഡ്നി ഫെയിലിയറുമായിട്ട് അതിനെ ചികിത്സിക്കാതെ ആ കിഡ്നി ഫെയിലിയർ കൊണ്ട് തുടർന്ന് നമ്മൾ ജീവിക്കുമ്പോഴുണ്ടാകുന്ന റിസ്കുകളുമായിട്ട്, അപ്പോൾ നമുക്ക് വരുന്ന അപകടങ്ങളുമായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കണം. ഓക്കെ, ചികിത്സിക്കാതെ നമ്മളത് ട്രീറ്റ് ചെയ്യാതെ നമ്മൾ തുടർന്ന് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന റിസ്ക് അപകടങ്ങളുമായിട്ട് നമ്മൾ ഇത് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ കമ്പയർ ചെയ്യുമ്പോ എന്താ, അതല്ലേ കൂടുതൽ ഡേഞ്ചറസ് ആവുന്നത്. ഇതിപ്പോ സൈഡ് എഫക്ട്സ് നമുക്ക് പേടിയുണ്ടെങ്കിൽ പോലും നമ്മൾ ഇത് ആ രോഗവുമായിട്ട് നമ്മൾ തുടർന്ന് ആ രോഗം വെച്ചുകൊണ്ട് തന്നെ തുടർന്ന് ജീവിക്കുമ്പോഴുണ്ടാകുന്ന റിസ്കുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല അല്ലെ. ഓക്കെ, ഇനി അടുത്ത ഡയാലിസിസ് സെന്റർ ആണ്. ഡയാലിസിസ് സെന്റർ. It is a clinical establishment that treat the patient with the renal failure. First line underline ചെയ്തിടുക. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ക്ലിനിക്കൽ സ്ഥാപനം. എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം. ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ് ദ പേഷ്യന്റ് വിത്ത് റീനൽ ഫെയിലിയർ ഓർ കിഡ്നി ഫെയിലിയർ. കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ് ദ പേഷ്യന്റ് വിത്ത് റീനൽ ഫെയിലിയർ. കിഡ്നി ഫെയിലിയർ ഓർ റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ. Sometimes the patient with a normal renal function also need a hemodialysis, like the patient with some kidney poisoning. Sometimes the patient with a normal renal function, okay, നോർമൽ ആയിട്ടുള്ള ചിലപ്പോൾ നോർമൽ കിഡ്നി ഫംഗ്ഷൻ ഉള്ള പേഷ്യൻസിന് ഓൾസോ നീഡ് ഹീമോഡയാലിസിസ് ആവശ്യമായിട്ട് വരാം. ലൈക്ക് ദ പേഷ്യന്റ് വിത്ത് സം പോയിസണിങ്. ചില പോയിസണിങ് ഉള്ള പേഷ്യൻസിനെ പോലെ ഈ ചില ആളുകൾക്ക് ഈ ഹീമോഡയാലിസിസ് ആവശ്യമായിട്ട് വരാം. Sometimes the patient with a normal kidney renal function also need hemodialysis, like the patient with some poisoning. The dialysis center may act either or both inpatient and outpatient, relying on the medical facility type. ഇവിടെ ഡയാലിസിസ് സെന്റർ മേ ആക്ട് ഐദർ ഓർ ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ്. ഒന്നുകിൽ ഇൻപേഷ്യന്റ് സർവീസ് കൊടുക്കാം, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സർവീസ് കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൊടുക്കാം. ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് കൊടുക്കാം. റിലൈങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്. അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റി നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് അവിടേക്ക് എടുത്തി നമുക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളതാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് വന്ന് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം, അതിനുള്ള ഫെസിലിറ്റി. പോയിസണസ് പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ആളുകളും എന്തെങ്കിലും പ്രശ്നങ്ങൾ, പോയിസണസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന പേഷ്യൻസ്. ഓക്കെ, നോക്കിയേ, dialysis center may act either or both inpatient and outpatient. Dialysis center ഒന്നില്ലെങ്കിൽ ഇൻപേഷ്യന്റ് സർവീസോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സർവീസോ അല്ലെങ്കിൽ രണ്ടും കൊടുക്കാം. ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാം. എന്തിനെ വെച്ചിട്ടാ? റിലൈങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്. അതിന്റെ മെഡിക്കൽ ഫെസിലിറ്റി നോക്കിയിട്ട്, മെഡിക്കൽ ഫെസിലിറ്റി നമുക്ക് അങ്ങനെയുള്ള നല്ല ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൊടുക്കാമല്ലോ.
അപ്പൊ മെഡിക്കൽ ഫെസിലിറ്റി അനുസരിച്ച് ഇൻപേഷ്യന്റ് സർവീസോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസോ രണ്ടോ നമുക്ക് ഡയാലിസിസ് സെന്ററിന് കൊടുക്കാൻ പറ്റും. ആൻഡ് മേ പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്. അതുകൂടാതെ എന്താ, സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങും കൊടുക്കാം. ആൻഡ് ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ് ഡിസൈഡ് ടു ഹീമോ ഡയാലിസിന്റെ ഒപ്പം തന്നെ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് പി ഡി ചെയ്യുന്നവർക്ക് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങും ഈ ഡയാലിസിസ് സെന്ററിലൂടെ കൊടുക്കാൻ പറ്റും. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, അത് വീട്ടിലിരുന്ന് തന്നെ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ പി ഡി ചെയ്യാൻ പെരിറ്റോണിയൽ ഡയാലിസിസിനുള്ള ട്രെയിനിങ്ങും ഈ ഡയാലിസിസ് സെന്ററിന് നൽകാം. ഡിസൈഡ് ടു ഹീമോഡയാലിസിന്റെ ഒപ്പം തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനുള്ള ആ ഒരു ട്രെയിനിങ്ങും ഈ ഡയാലിസിസ് സെന്ററിന് നൽകാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടെ നോക്കിയേ, ഐദർ ഓർ ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസുകൾ കൊടുക്കാം. റിലേയിങ് ഓൺ മെഡിക്കൽ ഫെസിലിറ്റി അനുസരിച്ച് ഇൻപേഷ്യന്റോ ഔട്ട് പേഷ്യന്റോ അല്ലെങ്കിൽ രണ്ടുമോ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസുകളും ഈ ഡയാലിസിസ് സെന്ററിന് കൊടുക്കാം. പിന്നെ അതുകൂടാതെ ഈ ഹീമോ ഡയാലിസിസിന്റെ ഒപ്പം തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസിന് ആവശ്യമായിട്ടുള്ള അത് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങും ഈ ഡയാലിസിസ് സെന്ററിലൂടെ നൽകാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. ഇനി നെക്സ്റ്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്. എന്തൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങള്? ഈ ഡയാലിസിസ് സെന്ററിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ്. ഫസ്റ്റ് പോയിന്റ്, ദ ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്, ഡയാലിസിസ് ഏരിയ എങ്ങനെയായിരിക്കണം? ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. നല്ല എയർ കണ്ടീഷനിങ് വേണം. ഓക്കെ, the dialysis area should be provided with the air conditioning. Dialysis area, dialysis ചെയ്യുന്ന ഏരിയ എങ്ങനെയായിരിക്കണം? നല്ല എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യണം, ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നോക്കിയേ, സെക്കൻഡ് പോയിന്റ്, ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് adequate ഏരിയ. അപ്പൊ ഈ മെഷീൻ എവിടെ വെക്കുന്ന, ഈ ഡയാലിസിസ് മെഷീൻ എവിടെ വെക്കുന്ന പറഞ്ഞേക്കുന്നേ? ഷുഡ് ബി അറ്റ് ദ സെന്ററിൽ മധ്യഭാഗത്തായിട്ട് വെക്കണം. ഓഫ് ആഡിക്വേറ്റ് ഏരിയ, നമുക്ക് അതിന് അനുവദിച്ചിട്ടുള്ള ഏരിയയുടെ അല്ലെങ്കിൽ ആ റൂമിന്റെ സെന്ററിൽ ഡയാലിസിസ് മെഷീൻ വെക്കണം. ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആഡിക്വേറ്റ് ഏരിയ. ഇതിനകത്ത് പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് റെസിസിറ്റേഷൻ. റെസിസിറ്റേഷൻ എന്ന് വെച്ചാൽ പുനരുത്തേജനം അല്ലെങ്കിൽ ഉണർവ് വരുത്തുന്ന equipments whenever needed. Resuscitation, പുനരുത്തേജനം അല്ലെങ്കിൽ അതിന് ഉണർവ് വരുത്തുന്ന ആ എക്യുപ്മെന്റ്സിന് നമ്മള് ആവശ്യമുള്ളപ്പോഴെല്ലാം അത് ഉണർവ് വരുത്തുന്ന രീതിയിൽ ആ ആളുകൾ അവിടെ നമുക്ക് അവിടുത്തെ ഈ പേഴ്സണൽ സ്റ്റാഫുകൾക്കൊക്കെ അവർക്കുടെ മൂവ്മെന്റിനൊക്കെ തടസ്സമില്ലാത്ത രീതിയിൽ അവർക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാവുന്ന രീതിയിൽ ഈ മെഷീൻസ് ഒക്കെ ഈ ഇതിന്റെ അഡിക്വേറ്റ് പറഞ്ഞിട്ടുള്ള അതിന് അനുവദിച്ചിട്ടുള്ള ഏരിയയുടെ സെന്ററിൽ വെക്കണം. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ ആണെങ്കിലും ഈ സ്റ്റാഫിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞേക്കുന്നത്. ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് adequate ഏരിയ ടു പെർമിറ്റ് ദ ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് റെസിസിറ്റേഷൻ എക്യുപ്മെന്റ്സ് വെനെവർ നീഡഡ്. ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ എക്യുപ്മെന്റ്സുകൾ പുനരുത്തേജന എക്യുപ്മെന്റ്സിന് ആവശ്യമായിട്ടുള്ളപ്പോഴെല്ലാം അത് ഒക്കെ എടുക്കാനും അതുപോലെ തന്നെ അവിടുത്തെ പേഴ്സണൽസിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അത് അനുവദിച്ചിട്ടുള്ള ഏരിയയുടെ സെന്ററിലായിരിക്കണം ഓരോ മെഷീൻസും വെക്കേണ്ടത്. ഓക്കെ, സെന്ററിലായിരിക്കണം. ഇനി നെക്സ്റ്റ് തേർഡ് പോയിന്റ്, ദ ലേഔട്ട് മസ്റ്റ് ഹാവ് ഫെസിലിറ്റി ഫോർ സേഫ് ഗാർഡിംഗ് ദ പേഷ്യന്റ് പ്രൈവസി. സേഫ് ഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക. സേഫ് ഗാർഡിംഗ് സംരക്ഷിക്കുക. അപ്പൊ അതിന്റെ ലേഔട്ട് എങ്ങനെയായിരിക്കണം? ഈ ഡയാലിസിസ് സെന്റർ അതിന്റെ ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഹാവ് എ ഫെസിലിറ്റി ഫോർ സേഫ് ഗാർഡിംഗ് എ പേഷ്യന്റ് പ്രൈവസി.
പേഷ്യന്റിന്റെ പ്രൈവസിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റി ഉള്ള ഒരു ലേഔട്ട് ആയിരിക്കണം. The layout must have a facility for safeguarding a patient privacy. പേഷ്യന്റിന്റെ പ്രൈവസിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, അതിനുള്ള സൗകര്യം വേണം. ഇനി ഫോർത്ത് വണ്ണാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. ഐസൊലേഷൻ റൂം അതൊന്ന് എഴുതി വെച്ചോ അവിടെ. ഐസൊലേഷൻ റൂം. Isolation rooms are special hospital rooms. Isolation rooms are special hospital rooms that keep patients separate from other people while they receive medical care. Isolation room എന്ന് പറഞ്ഞാൽ എന്താണ്? Special hospital rooms that keep the patients separate from other people while they receive medical care. ആ മെഡിക്കൽ കെയർ സ്വീകരിക്കുന്ന സമയത്ത് ആ പേഷ്യന്റിനെ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലിലെ സ്പെഷ്യൽ റൂംസിനെയാണ് ഐസൊലേഷൻ റൂംസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂംസ് ദാറ്റ് കീപ് ദ പേഷ്യന്റ് സെപ്പറേറ്റ്. ആ പേഷ്യൻസിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഫ്രം അതർ പീപ്പിൾ, മറ്റുള്ള ആളുകളിൽ നിന്ന് ആ പേഷ്യന്റിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലിലെ സ്പെഷ്യൽ റൂമുകളെയാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. അതെപ്പോഴാ? വൈൽ ദേ റിസീവ് മെഡിക്കൽ കെയർ സ്വീകരിക്കുന്ന സമയത്ത് മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് ഈ പേഷ്യന്റിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി, ഒറ്റപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലിലെ സ്പെഷ്യൽ റൂംസ് ആണ് ഐസൊലേഷൻ റൂംസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എഴുതിയെടുത്തോ നിങ്ങള്? ക്ലിയർ ആയോ? ഐസൊലേഷൻ റൂം. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് ഫോർത്തില് ഐസൊലേഷൻ റൂം പറയുന്നത് there should be distinct area for dialyzing patient with the condition that need isolation to guarantee safety to patient and staff in the dialysis room. നോട്ട് നോക്കിയ സെന്റൻസ്, there should be distinct area. distinct എന്ന് പറഞ്ഞാൽ separate area. There should be separate area for dialyzing patient with the condition that need isolation to guarantee safety to patient and staff in the dialysis room. dialysis റൂമിലെ പേഷ്യൻസിനും അവിടുത്തെ സ്റ്റാഫിനും സേഫ്റ്റി, അവരുടെ സുരക്ഷിതത്വം ഉറപ്പു നൽകാൻ. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയാ? എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. എൻഷുർ, ENSURE, എൻഷുർ, ഉറപ്പുവരുത്തുക. അപ്പൊ ആ ഡയാലിസിസ് അവിടെയുള്ള ഡയാലിസിസ് റൂമിലുള്ള പേഷ്യൻസിനും ആ സ്റ്റാഫിനും സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, അപ്പോ ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനും പിന്നെ അതുപോലെ ഡയാലിസിങ് പേഷ്യൻസിന് ഒക്കെ അതൊക്കെ ആവശ്യമായിട്ടുള്ള ആ രോഗിയെ ഡയാലിസിസ് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലത്തിനെയാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാ? പേഷ്യന്റിന്റെ ആ ഡയാലിസിസ് റൂമിലെ പേഷ്യൻസിന്റെ സ്റ്റാഫിന്റെ ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഐസൊലേഷൻ റൂം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഡയാലിസിസ് റൂമിലെ പേഷ്യന്റിനും അതുപോലെ തന്നെ സ്റ്റാഫിനും അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനും വിത്ത് കണ്ടീഷൻ ദാറ്റ് നീഡ് ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനും ഡയാലിസിങ് പേഷ്യന്റിനും
ചെയ്യുന്ന പേഷ്യൻസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലം, ഡിസ്റ്റിങ്ക്ട് ഏരിയ, ഒരു പ്രത്യേകമായിട്ടുള്ള ഏരിയയാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്, ഐസൊലേഷൻ റൂം. പിന്നെ അതുകൂടാതെ നോക്കിയേ, ദിസ് ഏരിയ ഷുഡ് ഹാവ് എ ഫ്രീ വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റി. ഈ ഏരിയയിൽ എന്തുണ്ടാവണം? ഫ്രീ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ, ഫ്രീ വാട്ടർ സപ്ലൈയും ഡ്രെയിനേജ് ഫെസിലിറ്റിയും വേണം. ഓക്കെ, free water supply and drainage facility. This area should have a free water supply and drainage facility. ഇനി നമ്മള് ലാസ്റ്റ് പോയിന്റ്, ഫിഫ്ത് പോയിന്റ് നോക്കിയേ. The dialysis center shall exhibit appropriate signage which shall be in at least 2 languages. Okay, dialysis center shall exhibit. Exhibit ചെയ്യാന്ന് വെച്ചാൽ എന്താ? What is exhibit? EXHIBIT. പ്രദർശിപ്പിക്കുക, പ്രദർശിപ്പിക്കുക. Dialysis center shall exhibit appropriate. Appropriate എന്ത് വേണം? സൈനേജ്. സൈനേജ് എന്ന് വെച്ചാൽ അടയാളങ്ങൾ, സൈൻ ബോർഡുകൾ പോലുള്ള അടയാളങ്ങൾ വേണം. Which shall be in at least 2 language. 2 ലാംഗ്വേജിൽ, അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിട്ടുള്ള സൈനേജുകൾ ഈ ഡയാലിസിസ് സെന്ററിൽ പ്രദർശിപ്പിക്കണം. ഇപ്പൊ നമ്മൾ ഒരു ലാംഗ്വേജിൽ എഴുതി തന്നെ ഇപ്പൊ നമ്മൾ എന്താ മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ മലയാളം അറിയില്ലാത്തവർക്ക് വായിക്കാൻ പറ്റില്ല, ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ മാത്രം എഴുതി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയില്ലാത്തവർക്ക് വായിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഏതാണോ നമ്മുടെ ആ ഒരു ഏത് സ്റ്റേറ്റ് ആണ് നമ്മൾ ഇത് നോക്കിയിട്ട്, നമ്മളിപ്പോ മലയാളികളാണ്, അപ്പൊ മലയാളത്തിൽ എഴുതണം, ഇംഗ്ലീഷിൽ എഴുതണം. ഓക്കെ, തമിഴ്നാട്ടിലാണെങ്കിൽ അവിടെ ഇംഗ്ലീഷിലും കൊടുക്കാം, തമിഴിലും കൊടുക്കാം. അങ്ങനെ അവരുടെ ആ ഒരു ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് വേണം. അതുകൂടാതെ ഒരു എക്സ്ട്രാ ലാംഗ്വേജിലും എഴുതിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് സൈനേജുകളും ഈ ഡയാലിസിസ് സെന്ററിൽ പ്രദർശിപ്പിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വായിച്ചറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ 5 പോയിന്റ്സ് ആണ് പറയുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ്. ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാം. എന്ത് വേണം? പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. നല്ല എയർ കണ്ടീഷനിങ് വേണം. ഡയാലിസിസ് സെന്റർ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. രണ്ടാമത്തെ പറഞ്ഞു, നമ്മൾ ഓരോ മെഷീനും, ഈച്ച് മെഷീൻ എവിടെയായിരിക്കണം? സെന്ററിലായിരിക്കണം. നമുക്ക് അനുവദിച്ചിട്ടുള്ള ആ ഏരിയയുടെ സെന്ററിലായിരിക്കണം. അതെന്തിനാണ്? ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ. അവിടുത്തെ ആ സ്റ്റാഫിനൊക്കെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെഷീൻ സെന്ററിലായിരിക്കണം. പിന്നെ ലേഔട്ട് എങ്ങനെയാണ്? നമുക്ക് പേഷ്യന്റിന്റെ പ്രൈവസിനെ അതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് വേണം. അതനുസരിച്ചുള്ള ലേഔട്ട് ആയിരിക്കണം. പേഷ്യന്റ് പ്രൈവസി സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു ലേഔട്ട് ആയിരിക്കണം ഡയാലിസിസ് സെന്ററിന്. നെക്സ്റ്റ് ഫോർത്ത് വൺ പറഞ്ഞത് ഐസൊലേഷൻ റൂം ആണ്. ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പറഞ്ഞു, സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂംസ്. സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂംസ് ആണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. ഇതെന്തിനാണ്? ആ പേഷ്യന്റിന്റെ മറ്റുള്ളവരിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലിൽ സ്പെഷ്യൽ റൂംസ് ആണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞ, ഡയാലിസിസ് റൂമിലെ പേഷ്യൻസിനും അവിടുത്തെ സ്റ്റാഫിനും അവരുടെ സേഫ്റ്റി, സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനും ഡയാലിസിസ് പേഷ്യന്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേകം റൂമുകളെയാണ് ഈ ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഐസൊലേഷൻ റൂം വേണം. പിന്നെ അടുത്തത് ലാസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ആ ഏരിയയിൽ ഫ്രീ വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് ഫെസിലിറ്റീസും വേണം എന്ന് പറഞ്ഞു. പിന്നെ ഫിഫ്ത് പോയിന്റ് പറഞ്ഞത് അവിടെ സൈനേജുകൾ വേണം. അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജ്, 2 ഭാഷയിലെങ്കിലും എഴുതിയിട്ടുള്ള ഈ സൈനേജുകൾ ഈ ഡയാലിസിസ് സെന്ററിൽ എക്സിബിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കണം. ക്ലിയർ ആയോ? നോക്കി ആ പോയിന്റ്സുകൾ 5 പോയിന്റ് ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സിൽ. വേഗം നോക്കി. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. എല്ലാ പോയിന്റ്സും ക്ലിയർ അല്ലേ? ഇതൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും. ഇതിനകത്ത് ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ കൂടുതലായിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാ, ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാന്നായിരിക്കും. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മളിപ്പോ ഐസൊലേഷൻ റൂം അതിപ്പോ തന്നല്ലോ, അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റ് വേണമെങ്കിൽ ചോദിക്കാവുന്നുള്ളൂ കേട്ടോ. ആ പോയിന്റ്സുകളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഇനി നെക്സ്റ്റ്, ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ
ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ഈ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ എന്താ പറയാ, അവിടുത്തെ ആ പേഷ്യന്റിനും അവർക്കുടെ റിലേറ്റീവ്സിനൊക്കെ കുറച്ച് അവരെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം നമ്മുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. ഇവിടെ കുറച്ച് 7 പോയിന്റ്സ് ആയിട്ട് തരുന്നുണ്ട്. അതെന്താ നോക്കി, നമ്മുടെ ഹെഡിങ് എന്താ വന്നേക്കുന്നത്? ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എ പേഷ്യന്റ് ആൻഡ് ഹിസ് ഓർ ഹെയർ representative or relative has the following rights when regarded to the dialysis center. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഡയാലിസിസ്, DIALYSIS, അവിടെ അത് വിട്ടുപോയിട്ടുണ്ട്. DIA എന്നുള്ളത് നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിൽ ഒന്ന് കറക്റ്റ് ചെയ്യുക. എ പേഷ്യന്റ് ആൻഡ് ഹിസ് ഓർ ഹെയർ റെപ്രസെന്റേറ്റീവ് ഓർ റിലേറ്റീവ്സ്, പേഷ്യന്റിനോ അവന്റെയോ അല്ലെങ്കിൽ അവളെ റെപ്രസെന്റ് ചെയ്യുന്നവർ അവരുടെ ബന്ധുക്കൾക്ക് ഈ ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്താ കുറച്ച് റൈറ്റുകൾ, കുറച്ച് അവകാശങ്ങളുണ്ട്. ഇനി പറയുന്ന അവകാശങ്ങളുണ്ട്. ഓക്കെ, ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട പേഷ്യന്റിനും അവരുടെ റിലേറ്റീവ്സിനൊക്കെ താഴെ പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അവകാശങ്ങളുണ്ട്. അപ്പൊ അത് ആ കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. പേഷ്യന്റിനും അവരുടെ റിലേറ്റീവ്സിനും ഒക്കെ ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അവകാശങ്ങളുണ്ട്. അപ്പൊ അവർക്കുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുക, അത് സംരക്ഷിക്കുക എന്നുള്ളത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് ചെയ്യേണ്ടതാണ്. അത് ഏതൊക്കെയാണെന്നാ പറഞ്ഞിരുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കി, പ്രൊവൈഡ് ആംബിൾ. ആംബിൾ എന്ന് പറഞ്ഞാൽ ആഡിക്കേറ്റ്, മതിയായ. പ്രൊവൈഡ് ആംബിൾ, മതിയായ. ആംബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ, കോസ് ഓഫ് ഇൽനെസ്, രോഗത്തിന്റെ കാരണം, കോസ്, സ്വഭാവം, പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കെയർ, അതിന് നിർദ്ദേശിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ കെയർ എന്തൊക്കെയാണ്, എക്സ്പെക്റ്റഡ് റിസൾട്ട് ഓഫ് ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിന്റെ പ്രതീക്ഷിച്ച ഫലങ്ങള്, എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രതീക്ഷിച്ച റിസൾട്ട്, എക്സ്പെക്റ്റഡ് റിസൾട്ട് ഓഫ് ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിന്റെ പ്രതീക്ഷിച്ച ഫലങ്ങള്, ലൈക്ലി കോംപ്ലിക്കേഷൻ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ ആ പേഷ്യന്റിനെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനത്തെ രോഗമാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാരണമാണ്, അത് നമുക്ക് ഇങ്ങനെ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ എന്ത് വേണം, ആ പേഷ്യന്റിനോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒരു അവയർനെസ് കൊടുക്കണം. നമ്മൾ പറയണം. നമ്മൾ ഒന്നും അവരോട് പറയാതെ നമ്മൾ വെറുതെ ട്രീറ്റ്മെന്റ് കൊടുത്ത് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, അവര് പറയൂലേ, അവരുടെ പേഷ്യന്റ് ആണെങ്കിലും അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിലും പറയും, നിങ്ങൾ ആധാരം ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമോ എന്നുള്ളതൊന്നും, കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവുന്നോ അല്ലെങ്കിൽ ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും എടുക്കുമ്പോൾ അതിന്റെ രോഗത്തിന്റെ കാരണം, അതിന്റെ നേച്ചർ, അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ പേഷ്യന്റിനെയും അവന്റെ റിലേറ്റീവ്സിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കമ്പിട്ടില്ലാരും ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ. അപ്പൊ ഇത് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമ്മള് പേഷ്യന്റിനോട് അല്ലെങ്കിൽ അവന്റെ റിലേറ്റീവ്സിനോട് പറയണം. സാധാരണ ഹോസ്പിറ്റലുകാർ അങ്ങനെ പറയാറുണ്ടല്ലോ, നമ്മൾ വലിയ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഒരു സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളാണ്, ഇതുപോലെയാണ്, നമുക്ക് ഇതുപോലത്തെ അതിന്റെ ട്രീറ്റ്മെന്റിന് ഇങ്ങനെ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, ഈ രീതിയിലൊക്കെ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കണം. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, പേഷ്യന്റ് ഹാസ് ദ റൈറ്റ്, റൈറ്റ് എന്നാണ് അത് ഒന്ന് കറക്റ്റ് ചെയ്തേരെ, റൈറ്റ്, RIGHT, right to know the bill, so expected cost of treatment should be discussed before treatment. ഇത് നോക്കി, അതൊരു വലിയ കാര്യമാണ്. പേഷ്യൻസിനോട് നമ്മൾ പറയണം, എന്താണ് ഇപ്പൊ ഒരു സർജറി അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഇത്ര രൂപയാകും, അവര് എക്സ്പെക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന ബില്ല് ഇത്ര എമൗണ്ട് ആവും, ആ ട്രീറ്റ്മെന്റിന് മുന്നേ പറയണം.
മനസ്സിലായോ നിങ്ങൾക്ക്? പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നോ ദ ബിൽ, സോ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്, പ്രതീക്ഷിക്കുന്ന ബില്ല്, ആ ട്രീറ്റ്മെന്റിന് വരുന്ന കോസ്റ്റ് ഷുഡ് ബി ഡിസ്കസ്ഡ്, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ബിഫോർ ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ ഡിസ്കസ് ചെയ്യണം. സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മളോട് പറയില്ലേ, ഇത് ചെയ്യുമ്പോൾ ഇത്രയും രൂപയാകും, അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അഡ്വാൻസ് ആയിട്ട് അവർ പറയും ഇത്രയും രൂപയാവും എന്നൊക്കെ പറയും ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെ പറയാറില്ലേ? ഇല്ലേ? പറയാറില്ലേ? അവർ അഡ്വാൻസ് ചെയ്ത് പറയൂലേ ഇത്രയും ഏകദേശം ഇത്ര രൂപയാവൂന്ന്? ആരും കണ്ടില്ല അവിടെ കമ്പിട്ടത്. ഇങ്ങനെയൊന്നും പറയാറില്ലേ ഹോസ്പിറ്റലിൽ നിന്ന്? യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെ പറയും. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ ലാസ്റ്റ് ബില്ല് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പാടില്ല, പേഷ്യൻസിന് പറയാലോ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല ഇത്ര എമൗണ്ട് ആവും എന്നുള്ളത് എന്നവർക്ക് ചോദിക്കാം. അത് ഹോസ്പിറ്റലിന് ഒരു കംപ്ലൈന്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റിന് മുന്നേ ഇത്ര രൂപ ബില്ല് ആവും, ഇത്രയും ആ ട്രീറ്റ്മെന്റിന് ഇത്ര രൂപ ആകും എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യണം. ഇത് ആര് ചെയ്യേണ്ട കാര്യം? അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. അതിന് മുന്നേ പറയണം, പേഷ്യന്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം. നെക്സ്റ്റ് തേർഡ് പോയിന്റ് നോക്കിയേ. ടു ഇൻഫോംഡ് കൺസിസ്റ്റന്റ് പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. ടു ഇൻഫോംഡ്, കൺസിസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താണ്? മുൻകൂർ സമ്മതം. കോൺസെന്റ് ആണ് കേട്ടോ. CONSENT ആണ് കോൺസെന്റ്. കോൺസെന്റ് എന്ന് പറഞ്ഞാൽ മുൻകൂർ സമ്മതം. ടു ഇൻഫോംഡ് കോൺസെന്റ്, മുൻകൂർ സമ്മതം. പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്, മുൻകൂർ സമ്മതം മേടിക്കണം. ഈ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അവരെ കൊണ്ട് ഒപ്പിട്ട് മേടിക്കൂലേ, അവർക്കുടെ റിലേറ്റീവ്സിനോട് ഒപ്പിട്ടൊക്കെ മേടിച്ചതിന് ശേഷം സർജറി ഒക്കെ നടത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചെയ്യുന്ന ആൾക്കടെയും അത് ആർക്കടെ റിലേറ്റീവ്സിന്റെ ഒക്കെ സമ്മതം കൂടിയാണ് സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു നമ്മളെ എന്താണ് മുൻകൂർ സമ്മതം അവരിൽ നിന്ന് മേടിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അവര് പറയും ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നല്ലോ അങ്ങനെ ചെയ്യാനുള്ളത്, അവിടെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, എക്സാമ്പിൾ ആയിട്ട് സർജറി പറയാണ്, സർജറി ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാ? മുൻകൂർ സമ്മതം മേടിക്കണം. കോൺസെപ്റ്റ് ക്ലിയർ ആവണല്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആവണല്ലേ? ഓക്കെ. ഇനി അടുത്തത് to seek the second opinion from a proper clinician of patient choice with the records and information being provided by treating hospital. ഇവിടെ നോക്കിയേ, ഇവിടെ ആൻഡ് പ്രോപ്പർ എന്നല്ല കേട്ടോ, അതൊന്ന് തിരുത്തിയേ. അപ്രോപ്രിയേറ്റ് എന്നാണ്. ആൻഡ് അപ്രോപ്രിയേറ്റ്, APPROPRIATE, അപ്രോപ്രിയേറ്റ്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമ്മൾ ചോദിക്കണം. ടു സീക്ക് ദ സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം ആൻ അപ്രോപ്രിയേറ്റ് ക്ലിനിഷ്യൻ ഓഫ് പേഷ്യന്റ് ചോയ്സ് വിത്ത് റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ ബീയിങ് പ്രൊവൈഡഡ് ബൈ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ. ആശുപത്രിയിൽ ആ ചികിത്സ നൽകുന്ന ചികിത്സിക്കുമ്പോഴുള്ള റെക്കോർഡ്സുകൾ, രേഖകളും വിവരങ്ങളും സഹിതം ഉചിതമായിട്ടുള്ള ഒരു സെക്കൻഡ് ഒപ്പീനിയൻ രോഗിയുടെ ഇഷ്ടാനുസരണം തന്നെ എന്ത് ചെയ്യാം? ചോദിക്കുക. ഓക്കെ. അപ്പൊ ആ ഹോസ്പിറ്റലിൽ ഓൾറെഡി നമ്മൾ ട്രീറ്റ്മെന്റിലാണല്ലോ. അപ്പൊ അതിന് കൂടാതെ നമുക്ക് അവരുടെ ഇഷ്ടാനുസരണം തന്നെ അവരോട് ഒരു സെക്കൻഡ് ഒപ്പീനിയനും കൂടി ചോദിക്കാമല്ലോ. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാം. ടു സീക്ക് ദ സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം ആൻ പ്രോപ്പർ ക്ലിനിഷ്യൻ ഓഫ് പേഷ്യന്റ്, ഫ്രം ആൻ അപ്രോപ്രിയേറ്റ്, അവിടെ അതിനകത്ത് മിസ്റ്റേക്ക് ആട്ടോ. അപ്രോപ്രിയേറ്റ് ക്ലിനിഷ്യൻ ഓഫ് പേഷ്യന്റ് ചോയ്സ് വിത്ത് റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ ബീയിങ് പ്രൊവൈഡഡ് ബൈ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ ചികിത്സിക്കുന്ന രേഖകളും ആ വിവരങ്ങളും സഹിതം ഉചിതമായിട്ടുള്ള രോഗിയുടെ ഇഷ്ടാനുസരണം തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാം. പിന്നെ അടുത്തത് നെക്സ്റ്റ് പോയിന്റ്, ടു കീപ് ദ പ്രൈവസി ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിംഗ് ട്രീറ്റ്മെന്റ്. പ്രൈവസി കീപ്പ് ചെയ്യണം. ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ അന്തസ്സ്. ടു കീപ് പ്രൈവസി ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിംഗ് ട്രീറ്റ്മെന്റിന്റെ സമയത്ത് പ്രൈവസി, ഹ്യൂമൻ അന്തസ്സും ഒക്കെ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം.
നമുക്ക് അതിന് ആ ലെവല് വിട്ട് ഹോസ്പിറ്റലില് എന്താ പറയാ അഡ്മിനിസ്ട്രേഷൻ അത് ഉറപ്പുവരുത്തണം. അപ്പൊ അത് അങ്ങനെ അതൊക്കെ പ്രൈവസി ഒക്കെ ആവശ്യത്തിന് ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കണം. ടു കീപ് ദ പ്രൈവസി ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിംഗ് ട്രീറ്റ്മെന്റ്. പിന്നെ അടുത്തത് 6th പോയിന്റ് നോക്കിയേ. ടു നോ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ദ ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസ് ലൈക്ക് HIV. HIV പോലുള്ള രോഗങ്ങൾ, അങ്ങനെയുള്ള ആ ട്രീറ്റ്മെന്റ് ആ രോഗികളോട് ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാൻ പാടില്ല എന്ന്. നോൺ ഡിസ്ക്രിമിനേഷൻ, ഒരു തരംതിരിവും കാണിക്കാൻ പാടില്ല. എബൌട്ട് ദ ട്രീറ്റ്മെന്റ് സമയത്ത് HIV പോലുള്ള രോഗങ്ങളുള്ള ആ പേഷ്യൻസിനോട് ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാൻ പാടില്ല, ഒരു തരംതിരിവും കാണിക്കാൻ പാടില്ല. To non-discrimination about the treatment and behavior on the basis of disease like HIV. HIV പോലുള്ള രോഗങ്ങളുള്ള ആ പേഷ്യൻസിനോട് ആ ട്രീറ്റ്മെന്റ് സമയത്ത് ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്താ ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാൻ പാടില്ല. ഇനി ലാസ്റ്റ് പോയിന്റ്, ടു ട്രൈ ടു ഫൈൻഡ് റിട്രസൽ. റിട്രസൽ എന്ന് വെച്ചാൽ പരിഹാരം. റിട്രസൽ പരിഹാരം. To try to find a redressal in case of grievance. Grievance എന്ന് വെച്ചാൽ പരാതി. പരാതി. Grievance. To try to find a redressal in case of grievance based on services provided by the establishment. ആ ഒരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, അതിനെ ബേസ് ചെയ്തിട്ട് എന്താണ് അവിടെ എന്തെങ്കിലും ഉണ്ടാകുന്ന പരാതികൾക്കുള്ള പരിഹാരം കൂടി കാണണം. ടു ട്രൈ ടു ഫൈൻഡ് റിട്രസൽ, ആ പരിഹാരം നമ്മൾ കണ്ടെത്തണം. ഏതാ? ഇൻ ദ കേസ് ഓഫ് ഗ്രീവിയൻസ് ബേസ്ഡ് ഓൺ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ എസ്റ്റാബ്ലിഷ്മെന്റ്. ആ എസ്റ്റാബ്ലിഷ്മെന്റ്, ആ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, ആ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കാണണം. ഓക്കെ, അപ്പൊ അങ്ങനെ 7 പോയിന്റ്സ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, പോയിന്റ്സുകൾ ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടി നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് പോയിന്റുകളിൽ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടോ നോക്കിയേ. ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. നോക്കിയേ, ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാത്തുണ്ടോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യുന്ന കാര്യങ്ങള്? എല്ലാവർക്കും ക്ലിയർ ആണോ? എന്തായാലും ഒന്നും മിണ്ടാത്തെ? എത്രാമത്തെ? 5 ആണോ? 4 പോയിന്റ്. ആ, അതെന്താ പറഞ്ഞേക്കുന്നത്? ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടണം എന്നാ പറഞ്ഞേക്കുന്നത്. അതായത് ഹോസ്പിറ്റലില് ചികിത്സ നൽകുന്ന ആ ചികിത്സിക്കുമ്പോഴുള്ള റെക്കോർഡ്സുകൾ, അവർക്കുള്ള ഇൻഫർമേഷൻ ഒക്കെ വെച്ചിട്ട് ആ വിവരങ്ങളും സഹിതം അവിടെ ആ പേഷ്യന്റിന് ആ പേഷ്യന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, അപ്പൊ ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റ് ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയാണല്ലോ, അപ്പൊ അതൊക്കെ ഉൾപ്പെടെ തന്നെ ആ പേഷ്യന്റിനോട് നമുക്ക് അവരുടെ ഇഷ്ടാനുസരണം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കാം. നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡോക്ടറിനെ ആണെങ്കിലും നമുക്ക് വേറെ കാണണോ, അല്ലെങ്കിൽ അങ്ങനെ ആ രോഗിയുടെ ആ പേഷ്യന്റിനോട് ഒരു സെക്കൻഡ് ഒപ്പീനിയനും കൂടി ചോദിക്കാന്നുള്ളത്. ഓക്കെ, ഓൾറെഡി അവിടെ ആ പേഷ്യന്റ് ട്രീറ്റ്മെന്റിലാണ്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് 7th പോയിന്റ് ആ പറഞ്ഞത്. അവിടെ നോക്കിയേ, ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഹോസ്പിറ്റലില് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ, കൊടുക്കുന്ന സേവനങ്ങളെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇതുപോലെ പരാതികൾ ഉണ്ടാവാലോ. അപ്പോ ഈ പരാതികൾക്ക് എന്ത് ചെയ്യണം? ഒരു പരിഹാരം കാണണം. അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ടു ട്രൈ ടു ഫൈൻഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സർജറി ചെയ്യുമ്പോൾ നമ്മൾ മുൻകൂർ സമ്മതം മേടിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ആ ട്രീറ്റ്മെന്റ് ചെയ്യണേക്കായി മുന്നേ അതിന്റെ കോസ്റ്റ് എത്ര രൂപയാവും എന്നുള്ളത്, ആ ബില്ല് നമ്മൾ പ്രതീക്ഷിക്കുന്ന ബില്ല് എത്രയാവും എന്നുള്ളതൊക്കെ പറയണം. ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു കംപ്ലൈന്റ് വരാം. അപ്പൊ ആ കംപ്ലൈന്റ് അവര് നൽകുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്ത് കംപ്ലൈന്റ്സ് ആണെങ്കിലും എന്ത് ചെയ്യണം? അതിനൊരു പരിഹാരം, റിട്രസൽ എന്ന് പറഞ്ഞ പരിഹാരം കാണണം. അത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. To try to find a redressal in case of grievance based on services provided by the establishment. Okay, പോയിന്റ്സുകൾ ക്ലിയർ അല്ലേ? ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു. ഓക്കെ,
അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ആ 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തില്ലായിരുന്നോ? ആ പെരിറ്റോണിയൽ ഡയാലിസിസിൽ നമ്മൾ വയറ്റിലേക്ക് നിറയ്ക്കുന്നതിന് ഫിൽ എന്ന് പറയും. വയറ്റിന്റെ ഉള്ളിൽ ആ സൊല്യൂഷൻ കിടക്കുമ്പോൾ അതിനെ ഡ്വെൽ, DWELL ഡ്വെൽ എന്ന് പറയും. അത് നമ്മൾ ഡയാലിസിസ് ചെയ്ത് അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സൊല്യൂഷൻ പുറത്തേക്ക് കളയുകയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. DRAIN. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കണ്ടിട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട കാരണം അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. ഡ്രെയിൻ, DRAIN. അപ്പൊ നമ്മള് അഡ്വാൻറ്റേജ് പറഞ്ഞു, ഈ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജുകൾ. അപ്പൊ ഈ പോയിന്റ്സുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഫലപ്രാപ്തി കിട്ടുള്ളൂ. പകുതി വെച്ച് നമ്മൾ നിർത്താൻ പാടില്ല. അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, ആ ഡയറ്റീഷ്യൻ പറയുന്ന രീതിയിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ കറക്റ്റ് ആയിട്ട്, ഈ തന്നേക്കുന്ന പോയിന്റ്സുകൾ അത് അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയി ചെയ്താൽ മാത്രമേ ഒരു ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള പൂർണ്ണ ഫലപ്രാപ്തി നമുക്ക് കിട്ടുള്ളൂ. ആ പോയിന്റ്സ് ആ പറഞ്ഞേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ആഫ്റ്റർ ഇഫക്ട്സ് ആ പറഞ്ഞത്. എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്ന ഹീമോ ഡയാലിസിന്റെ പെരിറ്റോണിയൽ ഡയാലിസിന്റെയും സൈഡ് എഫക്ട്സുകൾ പറഞ്ഞു. അതിനകത്ത് ഹെർണിയ എന്നുള്ളത് നോക്കി വെക്കണം. ഹെർണിയ, വെയിറ്റ് ഗെയിനും PDD ആണ്. ബാക്കി 5 HDD ആണ്, അത് നോക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ഡയാലിസിസ് സെന്റർ ആണെന്ന് പറഞ്ഞു. കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ ആയിട്ടുള്ളവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ക്ലിനിക്കൽ സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ, എന്തൊക്കെ കാര്യങ്ങളാണ് ഡയാലിസിസ് സെന്ററിലെ ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ. ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് ആ പേഷ്യന്റിനും അവർക്കുടെ റിലേറ്റീവ്സിന് കുറച്ച് അവകാശങ്ങളുണ്ട്. അത് എന്താ പറയാ, അത് നമ്മൾ സംരക്ഷിക്കണം ആ കാര്യങ്ങൾ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നാണ് ആ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ടത്, സംരക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ്. ഇതുപോലെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും പോയിന്റ്സുകള്? ഇന്ന് തന്നെ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ഒന്ന് ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ചോദിക്കാം കേട്ടോ. ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, ബൈ. Thank you, ma'am. ഓക്കെ. താങ്ക് യു മാം.